പൊളിക്കാനുള്ള ശ്രമം തുടങ്ങി പോലീസ്. വലിയ പ്രതിഷേധം കുടുംബം ഉയർത്തുന്നു. ദൃശ്യങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് നാട്ടുകാരെ വാക്യം കേട്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. സത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കും. ഞങ്ങൾ ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കും. ഞാൻ പറയുന്നത് അമ്മ മിണ്ടാരി ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. സർ ഞാൻ ഒന്ന് പറയുന്നത് മനസ്സിലാക്കാത്ത എനിക്കൊന്ന് പറയുന്നത് മനസ്സിലാക്കണം. ആദ്യം ഞങ്ങളൊന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ സ്വന്തം അച്ഛന്റെ കേസിലുള്ള ഒരു സന്ദേശം മുസ്ലിം തീവ്രവാദികളാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ. മുസ്ലിം തീവ്രവാദികളാണ് ഞാൻ പറയുന്നത് കുടുംബാംഗങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രതിഷേധവുമായി ഈ ഗോപൻ സ്വാമിയുടെ 2 ആമക്കളും ഭാര്യയും മരുമകളുമാണ് ഈ കല്ലറയ്ക്ക് സമീപം പ്രതിഷേധവുമായി എത്തിയത്. ഈ 4 പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കല്ലറ പൊളിച്ച് പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏറെ നേരത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ കുടുംബാംഗങ്ങളെല്ലാം പോലീസ് ഈ ഭാഗത്ത് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം നിയമപരമായ തുടർ നടപടികളിലേക്ക് പോലീസ് ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് പ്രതിഷേധമുണ്ട്. സംഘടനകൾ പ്രതിഷേധമായി എത്തിയിരുന്നു. ഇപ്പോഴും അതിന്റെ പ്രവർത്തകർ അകത്തുണ്ട്. സമാധാനം തുറക്കാനായി പോലീസ് നീക്കം നടത്തിയത്. ഇതറിഞ്ഞുകൊണ്ടാണ് കുടുംബത്തിലെ 4 പേരും ഈ സമാധി സ്ഥലത്ത് എത്തുകയും വലിയ തോതിൽ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാലും അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായ നീതി കുടുംബത്തിന് ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ കുടുംബത്തിനെ കസ്റ്റഡിയെടുത്ത് ആ സ്ഥലത്ത് ആ വീട്ടിലേക്ക് തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. ആ വീട്ടിലും പോലീസ് സന്നാഹമുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവരെല്ലാം ആ വീട്ടിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. 2 സ്ത്രീകളും 2 പുരുഷന്മാരും അവരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം അതേസമയം തന്നെ പോലീസ് അപ്പുറത്തെ ഭാഗത്ത് തുടർ നടപടികളിലേക്ക് പോവുകയാണ്. സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ പോലീസ് സർജന്മാർ എത്തിയിട്ടുണ്ട്. ആ കല്ലറ തുറക്കാനുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതിനിടെയാണ് ഈ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ നടന്നത്. അവരെല്ലാം കുടുംബാംഗങ്ങളെ 4 കുടുംബാംഗങ്ങളെയും ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെയും പോലീസ് അവരുടെ സംരക്ഷണം, കാരണം അവിടെ ഉള്ളിലും വീട്ടിനുള്ളിലും പുറത്തുമായി പോലീസുണ്ട്. നെയ്യാറ്റിക്കര SHOയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പോലീസുണ്ട്. വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ അവരെ പോലീസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അപ്പുറത്തെ ഭാഗത്ത് ഈ കല്ലറ തുറന്ന് പരിശോധനയ്ക്കുള്ള നീക്കങ്ങളും നെയ്യാറ്റിക്കര DYSPയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ പ്രതിഷേധങ്ങളൊന്നും തന്നെയില്ല. ഈ പ്രതിഷേധവുമായി എത്തിയ സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരൊന്നും തന്നെ പോലീസുമായി നേരിട്ടൊരു വാക്കുതർക്കത്തിലോ പ്രതിഷേധത്തിലോ ഒക്കെ നിലവിൽ കടക്കുന്നില്ല. പ്രതിഷേധം കുടുംബത്തിൻ്റെതായിരുന്നു. അതിനുശേഷം അവരെ നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു. തൊട്ടടുത്ത് ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് തന്നെ പ്രതിഷേധം അറിയിച്ച സംഘടനയുടെ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഈ നെയ്യാറ്റിങ്കര ആറാനമൂടിൽ ഈ സമാധി സ്ഥലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കല്ലറ തുറന്ന് പരിശോധനയ്ക്ക് അനുവദിക്കില്ല, ഈ പരാതിക്കാർ ആരാണ്, പരാതിക്കാർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് കുടുംബത്തിൻ്റെയും ചില സംഘടനാ പ്രവർത്തകരെ ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന സംഘടനാ പ്രവർത്തകരുടെയൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നത്. എന്നാൽ കുടുംബം രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കിടയിലും കളക്ടറുടെ ഉത്തരവ് പാലിക്കാൻ, കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാനായി പോലീസ് മുന്നോട്ട് പോവുകയാണ്.